നമസ്കാരം, സിനൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. മൈക്രോവേവിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കുന്നത്. ആപ്പിൾ പൈ ഇൻ എ മഗ്. ഒരു ആപ്പിൾ എടുത്ത് പെട്ടെന്ന് നമുക്ക് തൊലിക്കളയാം. ഇനി അതിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഒരു കപ്പിലോട്ടിടാം. നിങ്ങൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടണും അതിന് അടുത്തുള്ള ബെൽ ഐക്കണും അമർത്തിയേക്കണേ. ഇനി ഈ ആപ്പിളിനോടൊപ്പം നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറും 1/2 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ആട്ടയാണെങ്കിലും ചേർക്കാം. എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ അല്ലെങ്കിൽ പട്ട പൊടിച്ചത്, ഒരു നുള്ള ഉപ്പ്, ചെറുതായിട്ട് അരിഞ്ഞ ആൽമണ്ട്സ് 2 ടേബിൾ സ്പൂൺ, ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതൊരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ മുകളിലേക്ക് ഇതിട്ടൊന്ന് നിരത്തി ആ കപ്പിനെ ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 4 മിനിറ്റ് ഇതിനെ ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും മൈക്രോവേവ് വ്യത്യസ്തമാണ്, അപ്പോൾ അതിൻ്റെ സമയത്തിലും വ്യത്യാസം ഉണ്ടാകാം. ഇവിടെ ഇപ്പോൾ ഒരു 4 മിനിറ്റാണ് ഞാനിത് വെക്കുന്നത്. 4 മിനിറ്റിന് ശേഷം നമ്മുടെ ആപ്പിൾ പൈ റെഡിയാണ്. എന്നാൽ ഇപ്പോൾ ഇത് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ആറിയ ശേഷം നമുക്ക് ഇതിലൽപ്പം ഐസ്ക്രീമും കൂടെ ചേർത്ത് നമുക്കിത് കഴിക്കാം. ഐസ്ക്രീം ഇല്ലാതെയും കഴിക്കാം, എന്നാൽ ഐസ്ക്രീം ഇട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ വീഡിയോസ് കാണണേ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.